ഹലോ എവരിവൺ, വെൽക്കം ടു EZB അക്കാഡമി. നിങ്ങളാർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ KDRBയുടെ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കേരള ദേവസ്വം ബോർഡിലേക്കുള്ള, അതായത് നമ്മുടെ ദേവസ്വം ബോർഡുകളിലേക്കുള്ള വിവിധ തസ്തികകളിലേക്കുള്ള എക്സാമിനേഷൻ്റെ ഒക്കെ ഡേറ്റ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ, നിങ്ങളല്ലേ ഈ പറയുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ കുറച്ച് പേരെങ്കിലും ഈ പറയുന്ന KDRBയിലെ വിവിധ തസ്തികകളിലേക്ക് ഓൾറെഡി എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്ന കുറച്ച് എക്സാമിനേഷൻസ് ഉണ്ട്. പ്രധാനമായിട്ട് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള ഈ പറയുന്ന സ്ട്രോങ് റൂം ഗാർഡ് എന്ന് പറയുന്നത്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, അതേപോലെ കുടൽമാണിക്യം ദേവസ്വം ബോർഡിലേക്കുള്ള ഈ പറയുന്ന LD പോലുള്ള കുറച്ച് തസ്തികകളുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള കുറച്ച് തസ്തികയിലേക്കൊക്കെ ഈ പറയുന്ന എക്സാമിനേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ്, ഏതൊക്കെ തീയതികളിലായിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ആദ്യം തന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ 68/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്മുടെ അടിസ്ഥാനപ്പെടുത്തി വന്നിട്ടുള്ള തസ്തികയിലേക്ക് 5-ാം തീയതിയാണ് എക്സാമിനേഷൻ നടക്കുക. അപ്പോൾ അതായത് 5-ാം തീയതി എക്സാമിനേഷൻ എന്താണ്, ഈ പറഞ്ഞ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക്, ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തസ്തികയിലേക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വിളിക്കും. അപ്പോൾ 10 മണി തൊട്ട് 11:45 വരെയാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ടൈം എന്ന് പറയുന്നത്, എക്സാമിനേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ 5-ാം തീയതി തന്നെ, അല്ലെ അടുത്ത മാസം 5-ാം തീയതി തന്നെ എന്ത് തുടങ്ങും, എക്സാമിനേഷൻ തുടങ്ങും എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു തസ്തിക എന്ന് പറഞ്ഞാൽ 69/2025 LD ടൈപ്പിസ്റ്റ് കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്, കൊച്ചിൻ ദേവസ്വം ബോർഡിൽ LD ടൈപ്പിസ്റ്റ്, അതും 5-ാം തീയതി തന്നെയാണ് നടക്കുന്നത്. പക്ഷേ അത് ഉച്ചയ്ക്കാണ് നടക്കുന്നത് അല്ലേ, 1:30 മുതൽ 3:15 വരെയാണ്. അന്ന് തന്നെയാണ് ബൈ ട്രാൻസ്ഫറിന്റെ എക്സാമിനേഷൻ നടക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എക്സാം എന്ന് പറയുന്നത് എന്താണ്, മെഡിക്കൽ ഓഫീസർ ആയുർവേദ കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കുള്ളതാണ് 77/2025 എന്ന് പറയുന്നത്. അതും ഈ പറയുന്ന 5-ാം തീയതി തന്നെയാണ്. അതായത് 5/7/2026 അടുത്ത മാസം 5-ാം തീയതിയാണ് നടക്കുന്നത്. 1:30 മുതൽ 3:15 വരെയാണ് എന്ത് ചെയ്യുന്നത്, തീയതിയായിട്ട് ഇപ്പോൾ സമയമായിട്ട് എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. ഉച്ചയ്ക്കാണ് എക്സാമിനേഷൻ നടക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാത്തിരുന്ന പോലെ തന്നെ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള സ്ട്രോങ് റൂം ഗാർഡ് എന്ന് പറയുന്ന തസ്തിക പ്രധാനമായിട്ട് 41/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന പരീക്ഷ, അതിന്റെ പരീക്ഷ 5-ാം തീയതി അല്ല, ഈ പറയുന്ന 12-ാം തീയതിയാണ് കേട്ടോ. അപ്പം 12/7/2026 നടക്കുന്നത്. 1:30 മുതൽ 3:15 വരെയാണ് എന്ത് നടക്കുക. പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് NCA കാറ്റഗറിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്ന 79/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷ, ഈ പറയുന്ന NCA സ്ട്രോങ് റൂം ഗാർഡ്, അതിലേക്കുള്ള എക്സാമിനേഷൻ 12-ാം തീയതി തന്നെയായിരിക്കും നടക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബ്രറി എന്ന് പറയുന്ന തസ്തികയിലേക്ക് 44/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ വിളിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആണ് ലൈബ്രറിയൻ. അതിന്റെ എക്സാമിനേഷൻ 19-ാം തീയതിയാണ് നടക്കുന്നത്. 19-ാം തീയതി 19/7/2026 എക്സാമിനേഷൻ നടക്കുക. രാവിലെ 10 മണി തൊട്ട് 11:45 വരെയാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിനേഷൻ നടക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ഉള്ള എക്സാമിനേഷൻ 42/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ അടിസ്ഥാനപ്പെടുത്തി വിളിച്ചിട്ടുണ്ടാകുന്ന തസ്തികയിലെ എക്സാമിനേഷൻ നടക്കുക 19/7/2026 19/7/2026. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളവരാണ്, എക്സാമിനേഷൻ വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ആ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ പറയുന്ന പൊതുവെ അങ്ങനെ ആളുകൾ ഈ പറയുന്ന രീതിയിൽ ഡേറ്റ് ഒക്കെ ചിലപ്പോൾ മറന്നു പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. 19/7/2026 അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അല്ലേ, ക്ലർക്ക്, ഈ പറയുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കുള്ള ക്ലർക്ക്, അതായത് ഈ പറയുന്ന ദേവസ്വം അസിസ്റ്റന്റ് ക്ലർക്ക് തസ്തികയിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഈ പറയുന്ന ആളുകൾ എഴുതാനുള്ള ഒരു തസ്തികയും കൂടിയാണ് ഇപ്പം ക്ലർക്ക് എന്ന് പറയുന്നത്. അതിലേക്ക് ഈ പറഞ്ഞ 66/2025 എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി നമ്മൾ അടിസ്ഥാനപ്പെടുത്തി വിളിച്ചിട്ടുണ്ടായിരുന്ന പരീക്ഷ, കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കുള്ള ബൈ ട്രാൻസ്ഫറും അതേപോലെ തന്നെ ക്ലർക്ക്, അതേപോലെ തന്നെ ക്ലർക്ക്, ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ്, ജൂനിയർ ദേവസ്വം ഓഫീസർ, NC, OBC, അതേപോലെ തന്നെ ഹിന്ദു നാടാര് ഇല്ലേ, അങ്ങനെ അതേപോലെ തന്നെ കുടൽമാണിക്യം ക്ഷേത്രത്തിലേക്കുള്ള കുടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയിലേക്കുള്ള LD ക്ലർക്ക്, അങ്ങനെ 74/2025, 96/2025, 95/2025, 67/2025, 66/2025 ഈ പറയുന്ന കാറ്റഗറി നമ്പർ വിളിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പരീക്ഷയും ഇല്ലേ, ഈ പറയുന്ന ക്ലർക്ക് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, പറയുന്ന ക്ലർക്ക് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കും കുടൽമാണിക്യത്തിലേക്കുമുള്ള എക്സാമിനേഷൻ തീയതി എന്ന് പറയുന്നത് 26/7/2026 ആണ്. 26/7/2026 1:30 മുതൽ 3:15 വരെയാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അന്ന് തന്നെയാണ് ഈ പറയുന്ന കുടൽമാണിക്യം ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്കുള്ള ഈ പറഞ്ഞ LD ക്ലർക്കിന്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സിലബസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്, അതിന്റെ ഏകദേശം ഒരു സിലബസ് ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ടോപ്പിക്കുകൾ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു പോകുന്ന ഒരു സിലബസ് ആണ്, ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറയുന്നത്. വെബ്സൈറ്റിൽ അവർ ഓൾറെഡി എന്താണ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ KDRBയുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ശേഷം നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ സിലബസ് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഡീറ്റെയിൽഡ് സിലബസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ,
അപ്പൊ അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ പൊതുവിജ്ഞാനം, ആനുകാലികം, ലഘുഗണിതം, മാനസിക ശേഷിയും, നിരീക്ഷണ പാഠം, യുക്തിചിന്ത അടിസ്ഥാനപ്പെടുത്തിയുള്ള റീസണിങ് ഭാഗങ്ങളൊക്കെ പാർട്ട് 2 നകത്തുണ്ട്. പാർട്ട് 3 ജനറൽ ഇംഗ്ലീഷ്, പാർട്ട് 4 പ്രാദേശിക ഭാഷ മലയാളം, തമിഴ്, കന്നഡ, പാർട്ട് 5 എന്ന് പറയുന്ന അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം, അതായത് ഉദ്ദേശിക്കുന്ന IT ആണ്, നമ്മുടെ IT-യോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ. പാർട്ട് 4 പ്രധാനമായിട്ട് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്ര കാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരങ്ങൾ, എന്താണ് വിവിധ ദേവസ്വങ്ങളെ പതുവായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പാർട്ട് 4-നകത്തുള്ളത്. 100 മാർക്കിനാണ് പരീക്ഷ എന്ന് പറയുന്നത്. 1 മണിക്കൂർ 15 മിനിറ്റ് ആണ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് കിട്ടുക, അല്ലെ? പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അറിയേണ്ടത്. പിന്നെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും തന്നെയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് അതിനകത്ത് ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഇത്തരം പ്രധാനപ്പെട്ട പരീക്ഷകളുടെ എക്സാമിനേഷനും അതേപോലെ തന്നെ അത് ഏത് തീയതികളിൽ ഏതൊക്കെ സമയങ്ങളിലായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നോട്ടീസിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞത്. അതായത് ജൂലൈ മാസം നടക്കാൻ വേണ്ടി പോകുന്ന KDRBയുടെ ഭാഗത്ത് നടക്കാൻ വേണ്ടി പോകുന്ന എക്സാമിനേഷൻസിന്റെ തീയതികളാണ് എന്ത് ചെയ്യുന്നത് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് പഠിക്കുന്നവരായിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ഈ പറയുന്ന തീയതികളൊക്കെ ഓർത്തു വെച്ചതിന് ശേഷം നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക സമയങ്ങളിൽ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമുക്ക് ഈ പറയുന്ന രീതിയിൽ 1 മാസക്കാലം മാത്രമാണ്, അല്ലെ? 1 മാസം, ഏകദേശം 1 മാസം അടുപ്പിച്ചൊക്കെ നമുക്ക് തീയതി കിട്ടത്തുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് വളരെ എഫക്റ്റീവായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ACB അക്കാഡമിയിൽ ഈ പറയുന്ന KDRB ബന്ധപ്പെട്ട എക്സാമിനേഷൻസിന്റെ ഒക്കെ ഈ പറയുന്ന നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്രാഷ് ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ 9954 ഒക്കെ ഒന്ന് വിളിച്ചാൽ മതി. 9954672446 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്തതിനു ശേഷം ഈ പറയുന്ന രീതിയിൽ പഠനം ഇച്ചിരി എഫക്റ്റീവായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ഈ പറയുന്ന വിളിച്ച് കോൺടാക്ട് ചെയ്തതിനു ശേഷം സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്കത് ലെവൽ ചെയ്ത് നമുക്ക് അവിടെ പോവാം. അപ്പോൾ നിങ്ങളുടെ പഠനം വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ പറയുന്ന ഒരുപാട് അഡ്വേഴ്സ് സിറ്റുവേഷൻസ് ഉണ്ട്, പറയുന്ന രീതിയിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഏത് എക്സാമിനേഷൻ ആണ്, അപ്പോൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഈ പറയുന്ന നിയമനങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ അതുമായി കൊണ്ടപ്പോൾ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഡെസ്പാർട്ടൊക്കെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിരുന്നാലും നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് മുന്നേറുക. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ, അല്ലേ, ഇവിടെ KDRB എക്സാമിനേഷൻ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ദൈവവിശ്വാസവും ഈശ്വരവിശ്വാസത്തോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നവന്റെ ജീവിതത്തിൽ എന്ത് തന്നെ ആയാലും ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഫലം ലഭിക്കാതെ ഒരിക്കലും പോവില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ പറയുന്ന രീതിയിൽ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളത് ഒരു ആത്മവിശ്വാസത്തോട് കൂടി തന്നെ പഠിക്കുക. ഒരുപാട് ദിവസങ്ങൾ നമ്മുടെ മുന്നിലില്ല. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും അതൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കാനൊക്കെ എന്ത് ചെയ്യുക, ശ്രമിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഇതിൽ സംശയങ്ങൾ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതേപോലെ സജഷൻസ് അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമന്റിൽ അറിയിക്കാം. പിന്നെ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയുന്നതിന് നമ്മൾ ആ പറഞ്ഞ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ തയ്യാറെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.